പ്ലസ് വൺ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലോട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ചാപ്റ്റർ 8 ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഹോമോലിസിസ് ഹെട്രോലിസിസ് എന്ന് പറയുന്ന സെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈൽ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതേടാ നമുക്ക് ഫിഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുമ്പോൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് വരിക. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് ഫിഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സ് ഇൻ എ ഓർഗാനിക് മോളിക്യൂൾ. റിയാക്ഷനുകൾ നടക്കുമ്പോൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിഷൻ എന്ന് പറഞ്ഞിട്ട് പറയാം. ഫിഷൻ നടന്നു കഴിഞ്ഞാൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റുകളായിരിക്കും. കേട്ടോ, പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻ്റർമീഡിയറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫിഷൻസ് പറയാം, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോമോലിറ്റിക് ഫിഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഹോമോലിസിസ് എന്ന് പറയും. ഹോമോലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാർബൺ കാർബൺ ഒരു ബോണ്ടാണെന്ന് വെച്ചോ, സിംഗിൾ ബോണ്ട്. നോർമലി ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിൽ 2 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. എനി സിംഗിൾ ബോണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 ഇലക്ട്രോണുകളായിരിക്കും. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ് ബൈ സം മീൻസ്. ഒരു അറ്റാക്കിംഗ് റിയേജൻ്റ് ഒക്കെ വന്നിട്ട് അത് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തു ഡ്യൂറിങ് റിയാക്ഷൻ. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ 2 ഇലക്ട്രോണുകളുണ്ട്, 2 കാർബണാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഒരു കാർബണിലോട്ടും മറ്റേ ഇലക്ട്രോൺ അടുത്തൊരു കാർബണിലോട്ടും പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 കാർബണാറ്റങ്ങളുണ്ട്, ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പ്ലിറ്റായി, 2 പേർക്കും ഓരോ ഇലക്ട്രോണുകൾ വെച്ച് കിട്ടി. അപ്പോൾ ഈക്വൽ ആയിട്ടാണ് അവിടെ ഷെയർ ചെയ്തത്. 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 2ഉം ഓരോരുത്തർക്കായിട്ട് കിട്ടി. ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോമോലിറ്റിക് ഫിഷൻ അല്ലെങ്കിൽ ഹോമോലിസിസ് എന്ന് വിളിക്കാം. ദ ടൈപ്പ് ഓഫ് ഫിഷൻ ഇൻ വിച്ച് ബോണ്ടിങ് ഇലക്ട്രോൺസ്, അവിടെ ബോണ്ട് ചെയ്തിരുന്ന ഇലക്ട്രോണുകൾ എന്താ ഈക്വലി ഷെയർഡ് ആണ് ബിറ്റ്വീൻ ദ ആറ്റംസ്. അതിനെ നമ്മൾ ഹോമോലിറ്റിക് ഫിഷൻ എന്നായിരിക്കും വിളിക്കാം. ഇനി ഹോമോലിറ്റിക് ഫിഷൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാർബൺ കിട്ടി വിത്ത് 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഓഡ് ഇലക്ട്രോൺ ഉള്ള കാർബണാറ്റങ്ങളാണ് കിട്ടിയേക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പീഷീസുകളായിരിക്കും ഉണ്ടാവുക. ആൻഡ് സച്ച് ആറ്റംസ്, അങ്ങനെ ഓഡ് ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെ, ഹോമോലിറ്റിക് ഫിഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കേട്ടോ, ഫ്രീ റാഡിക്കൽസ് എന്നാണ് വിളിക്കുക. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ആറ്റംസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൾഡ് ആസ് ഫ്രീ റാഡിക്കൽസ് വിച്ച് ആൻ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ്. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഹോമോലിറ്റിക് ഫിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത്, ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 2 കാർബണാറ്റങ്ങളാണ്. അതിൽ 2ലും ഒരു ഇലക്ട്രോൺ വെച്ചായിരിക്കും വരാം. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്രീ റാഡിക്കൽ. ഒരു ഇലക്ട്രോൺ ഉള്ള ഇങ്ങനെ ഹോമോലിറ്റിക് ഫിഷനിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്കിനി വേറൊരു കേസാണ് ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും ഇതുപോലെ തന്നെ, പക്ഷേ ഉള്ള 2 ഇലക്ട്രോണുകളും ഒരു കാർബൺ ആറ്റത്തിലോട്ടായിരിക്കും പോവുക. അപ്പോൾ 2 ഇലക്ട്രോൺ കിട്ടിയ കാർബൺ എന്ന് പറയുന്നതിന് ലോൺ പെയർ വന്നു, അപ്പോൾ നെഗറ്റീവ് ചാർജ് വരും. 2 ഇലക്ട്രോൺ കിട്ടിയ കാർബൺ എന്ന് പറയുന്നതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരാം. എന്നാൽ തൊട്ടടുത്തുള്ള കാർബൺ, മറ്റേ ഇലക്ട്രോണുകൾ കിട്ടാത്ത കാർബൺ ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിൽ, അതിന് പോസിറ്റീവ് ചാർജും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അൺഈക്വൽ ഷെയറിംഗ് ആണ്. ഇവിടെ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഒരാളുടെ ഒപ്പമാണ്, ഒരാറ്റത്തിനൊപ്പമാണ് പോവുക. 2 ബോണ്ടിങ് ഇലക്ട്രോൺസും ഒരാറ്റത്തിനൊപ്പമാണ് പോയത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹെട്രോലിറ്റിക് ഫിഷൻ അല്ലെങ്കിൽ ഹെട്രോലിസിസ് എന്ന് വിളിക്കാം. ഇവിടെ കാർബണാറ്റങ്ങൾ നോക്കുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ചാർജും ഒരാൾക്ക് നെഗറ്റീവ് ചാർജുമാണ്. പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് കാർബോ കാറ്റയോൺ എന്നും വിളിക്കും. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെയാണ് കാർബാനയോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. കാർബോ കാറ്റയോണും കാർബാനയോണുമാണ് വരാം. റിസൾട്ട്സ് ഇൻ പോസിറ്റീവ് കാർബോ കാറ്റയോൺ ആൻഡ് ദ നെഗറ്റീവ് കാർബാനയോൺ എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോക്കാം. ഹെട്രോലിറ്റിക് ഫിഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് 2 പേര് കിട്ടും, നെഗറ്റീവ് ചാർജുള്ള ഒരു കാർബൺ ആറ്റവും പോസിറ്റീവ് ചാർജുള്ള. നെഗറ്റീവ് ചാർജുള്ള ആളെ കാർബാനിയോൺ എന്നും പോസിറ്റീവ് ചാർജുള്ള ആളെ കാർബോ കാറ്റയോൺ എന്നായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് 3 ഇൻ്റർമീഡിയറ്റുകളാണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് ഹോമോലിസിസിൽ നിന്ന് എടുക്കുന്ന ഫ്രീ റാഡിക്കലും, അതേപോലെ തന്നെ ഹെട്രോലിസിസിൽ വരുന്ന കാർബോ കാറ്റയോണും കാർബാനിയോണും, ഇവരൊക്കെ ഇൻ്റർമീഡിയറ്റുകളാണ്. ഈ ഇൻ്റർമീഡിയറ്റുകളെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ്. അതിൽ ആദ്യം വരുന്നത് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ആണ്. ഫ്രീ റാഡിക്കൽസിൽ വരുമ്പോൾ നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഹോമോലിറ്റിക് ഫിഷൻ. ഹോമോലിറ്റിക് ഫിഷനിൽ നിന്നാണ് ഫ്രീ റാഡിക്കൽ വരാം. പ്ലസ് ദീസ് ആർ ആറ്റംസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുന്നത്. എടാ, ഫ്രീ റാഡിക്കൽസ് നമുക്ക് 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് പ്രൈമറി,
free radical, then comes secondary free radical, then comes tertiary free radical. ഇങ്ങനെ 3 ടൈപ്പാണ്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടാക്കി 1 ഡിഗ്രി എന്നായിരിക്കും എഴുതുക, വിച്ച് മീൻസ് CH3 CH2 എന്നാന്ന് വെച്ചോ. ഈ കാർബണിൽ CH2 ആ കാർബണിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതൊരു ഫ്രീ റാഡിക്കൽ കാർബണാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആയിട്ട് എടുക്കുക. അതിലോട്ട് ഒരു കാർബൺ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കാർബണാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് അതിനെ നമ്മൾ വിളിക്കുക പ്രൈമറി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ സെക്കൻഡറി ആകുമ്പോഴത്തേക്കും എത്ര കാർബൺ ചെയിൻ ആയിരിക്കും? 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 കാർബൺ ആറ്റങ്ങളായിരിക്കും ബോണ്ട് ചെയ്തേക്കുക. ഇതേടാ ഈ ഫ്രീ റാഡിക്കലുള്ള കാർബണിൽ 2 കാർബൺ ചെയിനുകൾ ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, 2 എണ്ണം ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളൊരു സെക്കൻഡറി എന്ന് വിളിക്കുക. സെക്കൻഡറി നമ്മൾ ഷോർട്ട് ഫോമിൽ 2 ഡിഗ്രി എന്നാണ് എഴുതുക, ബട്ട് വായിക്കേണ്ടത് സെക്കൻഡറി എന്ന് തന്നെ വായിക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ടെർഷ്യറി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര എണ്ണമായിരിക്കും? 3 എണ്ണമായിരിക്കും. ഓക്കെ, 3 കാർബൺ ചെയിനുകളായിരിക്കും ബോണ്ട് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ടെർഷ്യറി എന്ന് വിളിക്കാം. 3 ഡിഗ്രി കേട്ടോ. 3 സിംഗിൾ ഒരു ഇലക്ട്രോണുള്ള കാർബൺ 3 പേരോട് ബോണ്ട് ചെയ്തേക്കായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടെർഷ്യറി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ടെർഷ്യറി ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ഈ 3 ടൈപ്പാണ് വരുന്നതെങ്കിൽ ഇവരെ സ്റ്റെബിലിറ്റി ഓർഡറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടെർഷ്യറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരിക. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് നമ്മുടെ ടെർഷ്യറിക്കാണ്. ദെൻ കംസ് സെക്കൻഡറി, ദെൻ കംസ് പ്രൈമറി ആയിരിക്കും വരാം. ഓക്കെ, ഇതായിരിക്കും ഓർഡർ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ടെർഷ്യറി ആയിട്ട് എഴുതുന്നത് ഇങ്ങനെ എഴുതാം, 3 എണ്ണം ബോണ്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ എഴുതാം. അതായത് ഇത് മീനിങ് ആ ഇലക്ട്രോൺ ഉള്ള ആ കാർബണിലോട്ട് 3 CH3 ബോണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. സോ ദാറ്റ് ഈസ് എ ടെർഷ്യറി കാർബൺ, ടെർഷ്യറി ഫ്രീ റാഡിക്കൽ. അതിനായിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. ദെൻ സെക്കൻഡറി വരും CH, ദെൻ കംസ് പ്രൈമറി CH3 CH2 എന്നായിരിക്കും വരാം. ഇനി ഇതിനേക്കാളൊക്കെ സ്റ്റെബിലിറ്റി കുറവായിട്ട് ഒരാളും കൂടിയുണ്ട്. ഇത് ബ്രാഞ്ചുകളൊന്നുമില്ല, വേറെ കാർബണാറ്റൊന്നുമില്ല, ഒരു കാർബണാറ്റം ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് മീഥൈൽ ഫ്രീ റാഡിക്കൽ എന്നാണ് അതിനെ വിളിക്കുക. മീഥൈൽ, CH3 വരുന്നതുകൊണ്ട് മീഥൈൽ എന്നായിരിക്കും, മീഥൈൽ ഫ്രീ റാഡിക്കൽ. അതിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റുകളെ പറ്റിയാണ് നോക്കാനുള്ളത്. ഇതാണ് ഫ്രീ റാഡിക്കലിൻ്റെ കാര്യം. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത്. കാർബോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. ദീസ് ആർ സ്പീഷീസ് വിച്ച് ഹാവ് എ പോസിറ്റീവ് ചാർജ് ഓൺ ദി കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ അതിനെ നമുക്ക് കാർബോ കാറ്റയോൺ എന്ന് വിളിക്കാം. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറും ഫ്രീ റാഡിക്കലിൻ്റെ സെയിം തന്നെയാണ്. ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഇതും 3 ടൈപ്പ് തന്നെയാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇവിടെയും നോക്കുമ്പോൾ സെയിം കാര്യം തന്നെ. പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഡിഗ്രി എന്നാണ് കാണിക്കുന്നത്. അവിടെ CH3 CH2 പ്ലസ് എന്നായിരിക്കണം വരേണ്ടത്. കാരണം പ്ലസ് വരുന്നത് ആ കാർബൺ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് വരുമ്പോഴാണ് നമ്മൾ കാർബോ കാറ്റയോൺ എന്ന് വിളിക്കാം. അപ്പോൾ അതിലോട്ട് ഒരു കാർബൺ ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതിന് പ്രൈമറി എന്ന് വിളിക്കും. സെക്കൻഡറി എന്ന് പറയുമ്പോൾ അതിൽ 2 എണ്ണം വരും, CH3 CH CH3, 2 കാർബൺ ചെയിനുകൾ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ 2 കാർബൺ ചെയിനുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ സെക്കൻഡറി എന്ന്, 3 എണ്ണം വന്നാൽ ടെർഷ്യറി എന്നായിരിക്കും വിളിക്കാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ടെർഷ്യറി കാർബോ കാറ്റയോൺ എന്നായിരിക്കും അതിനെ വിളിക്കാം, ടെർഷ്യറി കാർബോ കാറ്റയോൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് ടെർഷ്യറിക്കാണ്. കാരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്തൊരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ കാര്യം അടുത്ത വീഡിയോകളിൽ ഉണ്ടാകും. അത് നോക്കിയാൽ മതി, അതിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് എന്തായാലും കണ്ടുനോക്കാം. ഇതിൻ്റെ റീസൺ എന്താണ്, വൈ ദ സ്റ്റെബിലിറ്റി ഓർഡർ ഈസ് ലൈക്ക് ദിസ്, ടെർഷ്യറിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ 3 പേരാണ് വരിക. ഇതിലും നമ്മൾ ഓർഡർ പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടെർഷ്യറിക്കാണ് ഏറ്റവും കൂടുതൽ, ഇവനാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ, ദെൻ കംസ് നമ്മുടെ സെക്കൻഡറി, ദെൻ പ്രൈമറി. ഇതായിരിക്കുള്ളൂ ഓർഡർ വരാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കാർബാനിയോൺ എടുക്കുകയാണെങ്കിലോ ഓപ്പോസിറ്റാണ്. കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. ദീസ് ആർ സ്പീഷീസ് കണ്ടെയ്ൻ ഇന്റർമീഡിയറ്റ്സ് കണ്ടെയ്ൻ എ നെഗറ്റീവ് ചാർജ് ഓൺ കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു കാർബാനിയോൺ എന്ന് വിളിക്കാം. അവിടുത്തെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞു വരും. ഇവിടെയും 3 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഉണ്ട്. പ്രൈമറിനെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. പ്രൈമറി കാർബാനിയോൺ എന്ന് പറയുന്നത് CH3 CH2 നെഗറ്റീവ് എന്നായിരിക്കും എഴുതാം. ഓക്കെ, ഇനി സെക്കൻഡറി ആണെങ്കിൽ, സെക്കൻഡറി എടുക്കുകയാണെങ്കിൽ 2 ഡിഗ്രി എന്നായിരിക്കും എഴുതുക, CH3 CH3 നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇനി ടെർഷ്യറി ആണെങ്കിലോ
ടെറിഷറി ആണെങ്കിൽ 3 ഡിഗ്രി എന്നായിരിക്കും എഴുതാം. ദാറ്റ് ഈസ് CH3 CH3. കാർബൺ ചെയിനുകൾ എത്ര വേണമെങ്കിലും വരാട്ടോ. ഇത് CH3 ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, നെഗറ്റീവ് ചാർജ് വരും. ഇപ്പോൾ ഇതിലെല്ലാത്തിലും നെഗറ്റീവ് ചാർജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ കാർബാനിയോൺ എന്ന് വിളിക്കുക. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് നമ്മുടെ കാർബോകാറ്റയോൺ ആണ്. കാർബോകാറ്റയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ആർക്കാ? ടെറിഷറിക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റിയാണ് വരിക. പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. ദെൻ കംസ് സെക്കൻഡറി, ദെൻ കംസ് ടെറിഷറി. ഇപ്പോൾ ഈ 3 ഇൻ്റർമീഡിയറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ഓർഡർ എഴുതാനായിട്ട് സ്റ്റെബിലിറ്റി ഓർഡർ എന്തായാലും പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലും ചോദിക്കാം, ഇങ്ങനെ എക്സാമ്പിളായിട്ട് തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൈമറി സെക്കൻഡറി ടെറിഷറി എന്നുള്ള എഴുതാനും വരാം. മോർ പ്രോബബ്ലി ഇങ്ങനെയാണ് ചോദിക്കാറ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രൈമറി ആണെന്നും സെക്കൻഡറി ആണെന്നും ടെറിഷറി ആണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എന്നുള്ള രീതിക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റിൽ 3 പേരാണ് നമുക്ക് ഇതുപോലെ വരുന്നത്. ഈ 3 എണ്ണവും നല്ല അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നോക്കാം. ഇനി ഇതിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാർബാനിയോണും കാർബോകാറ്റയോണൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റുകളാണ്. ഓർഗാനിക് മോളിക്യൂളിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന റിയേജൻറ്റുകൾ. ആ അറ്റാക്കിംഗ് റിയേജൻറ്റുകൾ 2 ടൈപ്പാണ് വരുന്നത്. ടൈപ്സ് ഓഫ് അറ്റാക്കിംഗ് റിയേജൻറ്റ് 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെയാണ് ഇലക്ട്രോഫൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ഫയൽ എന്ന് പറഞ്ഞാൽ ലവ്വിങ്. ഇപ്പോൾ ഇലക്ട്രോൺ ലവ്വിങ് ആയിട്ടുള്ള ആൾക്കാർ, ലവ്വിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ കണ്ടാൽ ചാടി വീഴുന്ന ആൾക്കാരാണ് ഇലക്ട്രോഫൈലുകൾ എന്ന് പറഞ്ഞാൽ. എവിടെയെങ്കിലും ഇലക്ട്രോണുകളുണ്ടോ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇലക്ട്രോണുകളെ ചാടി വന്ന് വീഴും. അങ്ങനെയുള്ള ഇലക്ട്രോൺ ലവ്വിങ് സ്പീഷീസ് എന്നാണ് അവരെ വിളിക്കുക. സോ ദീസ് ആർ അങ്ങനെ ഇലക്ട്രോണുകളെ കാണുമ്പോൾ പെട്ടെന്ന് ചാടി എടുക്കണമെങ്കിൽ അവർക്ക് എന്തായിരിക്കും? സ്വയം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം അവരുടെ അടുത്ത് ഇലക്ട്രോൺ ഇല്ലെങ്കിലല്ല അവർ പോയി ഇലക്ട്രോണുകളെ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺ കാണുമ്പോൾ അത്രയും ആർത്തി വരണമെങ്കിൽ സ്വയം എന്തായിരിക്കും? അവരുടെ അടുത്ത് ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ ഇലക്ട്രോൺ. ഇലക്ട്രോണുകളെ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ പറയും ഡെഫിഷ്യൻ്റ് ആണ് എന്ന് പറയും. സോ ദീസ് ആർ ന്യൂട്രൽ മോളിക്യൂൾ ഓർ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ കണ്ടെയ്നിങ് ആൻ ആറ്റം വിച്ച് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ ഇലക്ട്രോൺ. ഇലക്ട്രോണുകൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ അവർ ന്യൂട്രൽ ആയിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് വരാം. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവർ ഇലക്ട്രോണെ ലവ്വിങ് ആ. എവിടെ പോയായിരിക്കും? ഇലക്ട്രോൺ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും പോയി അറ്റാക്ക് ചെയ്യുക. എങ്ങോട്ടായിരിക്കും പോവുക? ഒബ്വിയസ്ലി ഇലക്ട്രോൺ ലവ്വിങ് ആയതുകൊണ്ട് ഇലക്ട്രോൺ കൂടുതലുള്ള സ്ഥലത്തോട്ടായിരിക്കും പോവുക, അല്ലേ? ദേ വിൽ അറ്റാക്ക് ഓൺ ഇലക്ട്രോൺ റിച്ച് സെൻറ്റേഴ്സ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, നിറച്ച് ഇലക്ട്രോൺ ഉള്ള സ്ഥലങ്ങൾ കണ്ടാൽ അവിടെ പോയി. ഈ ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലോൺ പെയറുകളില്ലേടാ. ലോൺ പെയറുകളെ കണ്ടാൽ അങ്ങോട്ട് ചാടി വീഴുന്ന ആൾക്കാരാണ്. നമ്മൾ 4th ചാപ്റ്ററിലൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. NH3 H2 ഒക്കെ നിറച്ച് ലോൺ പെയറൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ കണ്ടാൽ നമ്മുടെ ഇലക്ട്രോഫൈലുകൾ എന്ന് പറഞ്ഞാൽ ചാടി വീഴും. അവർക്ക് വളരെ ഈസി ആയിട്ട് ആ ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനും ബോണ്ട് ചെയ്യാനും പറ്റും. സോ ദേ വിൽ അറ്റാക്ക് ഓൺ ദി ഇലക്ട്രോൺ റിച്ച് സെൻറ്റേഴ്സ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടാൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ചാടി വീഴും. ഓക്കെ, ആൻഡ് 2 ടൈപ്പാണ് വരുന്നത്. ഇവർ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ദേ ക്യാൻ ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി സബ്സ്ട്രേറ്റ്. ഓർഗാനിക് മോളിക്യൂളിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിച്ച് സെൻറ്റേഴ്സിൽ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ 6th ചാപ്റ്ററിൽ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. ലൂയിസ് ആസിഡ് എന്ന്. ലൂയിസ് ആരായിരിക്കും? ലൂയിസ് ആസിഡ് ആണോ ലൂയിസ് ബേസ് ആണോ? ഏതാ? ലൂയിസ് ആസിഡ് ആണ് കേട്ടോ. ദേ ആക്ട് ആസ് എ ലൂയിസ് ആസിഡ് ഓൾസോ. കാരണം ദേ ക്യാൻ ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. പെയർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ നമുക്ക് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. ഇനി 2 ടൈപ്പ് ഇലക്ട്രോഫൈലുകളാണുള്ള. എക്സാമ്പിൾ പഠിച്ചിരിക്കണം, പോസിറ്റീവും ന്യൂട്രലും. പോസിറ്റീവ് ഇലക്ട്രോഫൈലുകൾക്ക് എക്സാമ്പിളാണ് നമുക്ക് H+ പറയാം, Cl+ പറയാം, H3O+ പറയാം. ഇവർക്കൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണുകൾ കണ്ടാൽ ചാടി വീഴുന്ന ആൾക്കാരാണ്. ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ BF3 എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ ഇലക്ട്രോണുകൾ കുറവാണ്. BF3 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ്റം സ്റ്റേബിൾ ആണെങ്കിൽ 8 ഇലക്ട്രോൺ വേണം. BF3യുടെ കേസിൽ 6 ഇലക്ട്രോണുകൾ, 2 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വരും. അതേപോലെ AlCl3യുടെ കേസിലും സെയിം തിങ്. അതിനും ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മോളിക്യൂളാണ്. സോ വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ആൾക്കാർ എക്സാമ്പിൾസും ഈ പറഞ്ഞ പോയിൻറ്റ്സും ഇലക്ട്രോഫൈലിനെ സംബന്ധിച്ച് പഠിച്ചിരിക്കേണ്ട. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം എക്സ്പ്ലെയിൻ ഇലക്ട്രോഫൈൽസ് ഓർ ഇലക്ട്രോഫിലിക് റിയേജൻറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും എഴുതണം. മെയിൻ പോയിന്റ് അവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നോക്കണം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണോ ഇലക്ട്രോൺ റിച്ച് ആണോ? അവർ സ്വയം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ആൻഡ് ദേ അറ്റാക്ക് ഓൺ ഇലക്ട്രോൺ റിച്ച് സെൻറ്റേഴ്സ്.
ഓക്കെ, ഇലക്ട്രോൺ റിച്ച് സെൻറ്ററിലായിരിക്കും അറ്റാക്ക് ചെയ്യുക. ദേ ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ് ബിക്കോസ് ദേ ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പാണ്, പോസിറ്റീവും ന്യൂട്രൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോഫൈൽസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചിരിക്കും. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ഇതും കൂടിയുണ്ട്, അറ്റാക്കിംഗ് റിയേജൻറ്റും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ന്യൂക്ലിയോഫൈൽ ഓർ ന്യൂക്ലിയോഫിലിക് റിയേജൻറ്റ്. ഫയൽ മീൻസ് ലവിങ് ആണ്. ന്യൂക്ലിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ന്യൂക്ലിയസിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ് അല്ലേ. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജിന് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് സ്വയം പോസിറ്റീവ് ചാർജിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് സ്വയം എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ഇവർ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ദീസ് ആർ ന്യൂട്രൽ ഓർ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. അവർക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഇവർ. ന്യൂക്ലിയോഫൈലുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് റിയേജൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ ന്യൂട്രൽ ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി അവർ തന്നെ ദേ വിൽ അറ്റാക്ക് ഓൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്റേഴ്സ്. അവർ ന്യൂക്ലിയസിനെ ലവിങ് ആണ് എന്ന് പറഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും? ന്യൂക്ലിയസ്, ഇവിടെ ഇലക്ട്രോണുകൾ ഇല്ലാത്ത ആൾക്കാർ, പോസിറ്റീവ് ചാർജിലിരിക്കുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലായിരിക്കും അറ്റാക്ക് ചെയ്യുക. അവർക്ക് ഇലക്ട്രോൺ റിച്ച് ആണ്, അറ്റാക്ക് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്ററിലായിരിക്കും. ഓക്കെ, ആൻഡ് അവർക്ക് എന്ത് ചെയ്യാം? ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേ വിൽ ബി ആക്ടിങ് ആസ് എ ലൂയിസ് ബേസ്. അവർ ലൂയിസ് ബേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇനി ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവർ മെയിൻലി ന്യൂക്ലിയോഫൈലുകൾ എന്ന് പറയുന്നത് ലൂയിസ് ബേസ് ആണ്. ബിക്കോസ് ദേ വിൽ ആക്ട് ആസ് എ പെയർ ഓഫ് ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇതിൽ എക്സാമ്പിൾസ് പറയുമ്പോൾ എല്ലാത്തിനും തന്നെ ലോൺ പെയറുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുകൾ വരും. അപ്പോൾ രണ്ട് ടൈപ്പാണ് വരിക, നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസും ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസും. നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ Cl-, OH-, Cn-, NO2-. ഓക്കെ, ഈ ആൾക്കാരെല്ലാം തന്നെ നെഗറ്റീവ് ന്യൂക്ലിയോഫൈലുകളുടെ എക്സാമ്പിളാണ്. ഇവർക്ക് എല്ലാവർക്കും ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഉള്ള ആൾക്കാർ, NH3, H2O, ROH എന്ന് പറഞ്ഞാലും അതിലും ലോൺ പെയറുകൾ കേട്ടോ, സിമിലർ ടു ദാറ്റ് ഓഫ് H2O. രണ്ട് ലോൺ പെയർ ഓക്സിജനിലുണ്ട്. ഓക്കെ, H2O പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ന്യൂക്ലിയോഫൈലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എക്സാമിന് ചോദിക്കുമ്പോൾ മിക്കവാറും ചോദിക്കാറ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞ് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ഇതിലുള്ള 2 പോയിന്റ്സ് ആദ്യത്തെ എഴുതണം. അറ്റാക്ക് ചെയ്യുന്നവിടെയാണ് സ്വയം എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇലക്ട്രോൺ റിച്ച് ആണോ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണോ, ആൻഡ് ദേ വിൽ അറ്റാക്ക് ഓൺ ഇലക്ട്രോൺ റിച്ച് ഓർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്റേഴ്സ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ ലൂയിസ് ബേസിൻ്റെ കാര്യം എക്സ്ട്രാ ആയിട്ട് എഴുതാവുന്നതാണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് 3 മാർക്കിന് ചോദിച്ചാൽ ഇത്രയുമാണ് ബേസിക്കലി കമ്പാരിസൺ ആയിട്ട് എഴുതേണ്ടത്. രണ്ടിൻ്റെയും ആ പോയിന്റ്സുകൾ നിർബന്ധമായിട്ട് എഴുതണം, കൃത്യമായിട്ട് തന്നെ എഴുതണം. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും നിർബന്ധമായിട്ട് എക്സാമുകൾക്ക് പോകുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരാളാണ് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. ഇമ്പോർട്ടൻ്റ് ആണ്, അവരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഓൾ ദ ബെസ്റ്റ്.